ഇല്ല, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാണാം. ഓക്കെ. ആ പെങ്കൊച്ചി ഈ കോളനിയിൽ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് അസൂയ തോന്നില്ലേ? 10ാം വാർഷികം കലക്കണമെന്നും തോന്നുന്നില്ലേ? മുഖം കണ്ടാൽ അറിയാം മനസ്സിലെന്താണെന്ന്. അവളുടെ സർവ്വ ആവേശവും നമുക്ക് തകർത്തെറിയണം. എങ്ങനെ? ഒരു ടോർപ്പിഡോ. പക്ഷെ സ്വപ്പ ചിക്കിലി മുടക്കാം. എങ്കിൽ കലക്കാൻ ആളുണ്ട്. ആരാ? ചേറ്റുവ കടപ്പുറത്തെ കൊമ്പൻ, കടപ്പുറം കരുണൻ. കടപ്പുറം കരുണൻ? ഞാൻ കടാപ്പുറം പാറായി. എന്താണ് പിടിച്ചില്ലേ? കടപ്പുറം കരണം താട്ടായുടെ അസിസ്റ്റന്റ് ഗുണ്ടയാണ് ചേട്ടാ. എന്താ ഈ കാല് നിലത്ത് കുത്താത്ത? കാലയിൽ 4-5 ആണി, കടലാണി, ഉപ്പുവെള്ളം കയറി 4-4 തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. വേണേ കണ്ടോട്ടെ. അല്ല, എനിക്ക് ഈ കടപ്പുറം കരുണൻ നിന്ന് കാണണമല്ലോ. കരണം താട്ടായിന് അങ്ങനെങ്കിലും കാണാൻ പറ്റുകയല്ലോ ചേട്ടാ. കാരണം കടപ്പുറം കരണന്റെ ഇൻട്രസ്റ്റ് തന്നെ ഒരു ഫൈറ്റിലായിരിക്കും. അല്ല, യാത് വകുപ്പിനാണ് വന്നത്. ഉത്സവം കലക്കല്, കല്യാണം മുടക്കല്, കല്ലേറ്, കത്തിക്കുത്ത്, അടിപിടി, ബലാത്സംഗം, സ്ത്രീപീഡനം. ഇതിൽ യാതാണ് വേണ്ടത്? ഞങ്ങളുടെ ടോക്കിയോ നഗറിലെ 10ാം വാർഷികാഘോഷം. കലക്കണോ അതോ തകർക്കണോ? കലക്കിയാ മതി. എങ്കിൽ ശമ്പളം 25,000 രൂപ. ഒരു സ്ക്വാച്ച്, ഒരു പെണ്ണ്. രൂപ മുൻകൂർ കിട്ടണം. സ്ക്വാച്ചും പെണ്ണും ജ്വാലി കഴിഞ്ഞിട്ട്. ഞാൻ പെണ്ണിനെ കൂട്ടി തരണോ? അതിനുള്ള കാശ് തന്നാ പോരെ? ഓരെ കേട്ടാ, കരുണേട്ടനെ മെടുക്കാൻ പറ്റിയ സാധനങ്ങള് ഈ തുറയിലില്ലാഞ്ഞിട്ടാണ് കേട്ടാ. നിങ്ങളുടെ കയ്യിലാവുമ്പോ നല്ല നല്ല പ്രൈവറ്റ് യാത്രകൾ ഉണ്ടാവില്ല. ഞാൻ അത്രക്കാരനല്ല. കണ്ടപ്പോ തോന്നിപ്പോയി. എങ്ങനെയെങ്കിലും ശരിയാക്കിയോ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം? കള്ളൻ ഉണ്ടോന്ന് നോക്കുക. എന്റെ ഭാര്യ സാരി മറന്നിട്ടാണോ കള്ളൻ? എപ്പോഴും എവിടെ കയറാനുള്ള NOC ഉണ്ട് എനിക്ക്. അങ്ങനെ എല്ലായിടത്തും കയറുന്ന പോലെ ഇവിടെ കയറണ്ട. എന്നാ കയറാൻ പറ്റിയ സ്ഥലമുണ്ടോ ഞാൻ നോക്കട്ടെ. ആ നോക്ക്. നോക്കാൻ പറഞ്ഞു. മറ്റവള് ജയിച്ചപ്പോ എന്തായിരുന്നു ഇവന്റെ ഒരു പാട്ടും കൂത്തും. എടീ, ജനൽ അടച്ചിട്ട് സാരി മാറ്. എടാ, ഇക്കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇപ്പൊ അപ്പം നിന്നാ മതി, കുഴി പിന്നെ എണ്ണ. എന്റെ കരണത്തടിച്ച ഗോപാൽജി, ആ തെണ്ടി ഗോപാലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെ പറയാ. നാളെ കൃത്യസമയത്ത് കടപ്പുറം കണ്ടൻ ഇവിടെ എത്തും. പരിപാടി കലക്കം ചെയ്യും. അവൻ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. താൻ പോവാണോ? എന്റെ വൈരാഗ്യം കഴിഞ്ഞു, ഞാൻ പോട്ടെ. നിക്ക്. ആ കാരണം ഇവിടെ വരരുത്. എന്താ മാർഗം? നാളെ 5 മണിക്ക് മുമ്പ് അവന്റെ പാചുരുട്ടണം. എങ്ങനെ? ഡോളർ മുടക്കോ? മുടക്കാം. എന്റെ കമ്മീഷൻ തരോ? തരാം. എങ്കിൽ ആളുണ്ട്. ആരാ? ഇരുമ്പ് കൈ മാത്തച്ഛൻ. എവിടെയാണോ പറയോ? ആനയുള്ള കാലം കൊണ്ട് ചവറ്റിയ പോയസൊക്കെ ചാവും കേട്ടാ.
അയ്യടാ. ഇങ്ങനെ വലിച്ചു കയറ്റിയാൽ എങ്ങനെയാണ് ബാക്കിയൊന്നുള്ള ആഘോഷം കലക്കേണ്ടതല്ലേ ഇന്ന്? കള്ള എത്ര അകത്തിയെന്നാലും കാരണം നേരത്തെ പണി ചെയ്തിരിക്കും. ആ കപ്പ വന്ന് മീൻകറി ഇവിടെ വെച്ച. ആ പാപ്പന്മാരെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അതെ 2 കൂജ വേണം. ടോക്കിയോ നഗറിലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരുമ്പോ കാശ് തരാം. കള്ളിന് കടവില്ല മോനെ. എങ്കിൽ 2 ആനവാല് പറിച്ചു തരാടോ. വാലും പൂടെയൊന്നും ഇവിടെ വേണ്ട. കാശുണ്ടോ? കള്ളു തരാം. പേടിക്കണ്ട, ഇന്നത്തെ കാശ് ഞാൻ കൊടുക്കും. പറയേ. ഓ എന്താണ്? ഇവർക്ക് ആവശ്യമുള്ള കള്ളു വാങ്ങിച്ചു കൊടുക്കണം. നോക്കണ്ട, ആനക്കാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഈ കള്ള് മൊത്തം ഞാനിങ്ങ് എടുത്തു. അയ്യോ, ഇത് മുഴുവൻ കുടിക്കാനാ? കുടിപ്പിക്കാൻ. ആനമേക്കില്ലല്ലോ ഇവിടെ. അയ്യോ, ഇവിടെ ആ പരിപാടി ഇല്ല. തങ്ങപ്പോ എന്തെടുത്ത് വേണ്ട. സാധനമുണ്ട്, പക്ഷെ കരുണേട്ടനായിരുന്നു കള്ളി ചേർക്കാൻ. നീ വിവരം അറിയും. ഇനി എടുത്തേ എടുക്ക. അയ്യോ, ഇത്രയായിട്ട് ആളുപടിയായി പോയി. ഇത് മനുഷ്യനല്ലേ, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മൃഗത്തിനാ. ഇത് ആനയ്ക്കും കൊടുത്തേ. ഇനി പറ, ഇതെത്രയാണ്? 6. ചുമ്മാ ഇപ്പൊ 2 വാർക്കും 2 വാര ചുറ്റാണ്ടി വന്നിട്ടുണ്ട്. വാരി വാരി. ആശാനൊരു നന്ദി പറഞ്ഞാൽ സന്തോഷം. പറയേ. ഓ നമ്മുടെ ജോലി തീർന്നു. ഇനി ആന കലക്കുള്ള പരിപാടി. ആ കലക്ക് കാണാൻ ഉമ്മക്ക് പോവണ്ടേ? പിന്നെ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആന ഒന്ന് ഇളകും. നമുക്കങ്ങോട്ട് പോവാം. അങ്ങോട്ടൊന്നും പോണ്ട, നിന്നെ കണ്ട ആന വിരളും. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. മന്ത്രി ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തെ മാലയിടിക്കുന്നത് ഒരു ആന തന്നെ ആയിരിക്കണം. ഒരു ആഗ്രഹമല്ലേ പാവം. ആന മാലയിടോടോ? ആന പിണ്ടയിടും. നിന്റെ കാര്യമല്ല ചോദിച്ചത്. ആന മാലയിടോടോ പാപ്പാനെ? ആർക്ക് വേണമെങ്കിലും മാലയിടും, പക്ഷെ ആനയ്ക്ക് മന്ത്രി അറിയില്ലല്ലോ. വൈകി വരുന്നവനവനോ അവൻ മന്ത്രി. പറഞ്ഞു കൊടുക്കണോ ആനയ്ക്ക്? GK മുംബൈ. അതെ, ഗംഗ എവിടെയുണ്ട്? ഗംഗ എനിക്കറിയാം മിസ്റ്റർ ഗോപാൽ, അവൾ അവിടെ ഉണ്ടെന്ന്. നീ നല്ല ബിസിനസ്സുകാരനാണ്. ഗംഗ എനിക്ക് ആവശ്യമുള്ള പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അവളെ കേരളത്തിലേക്ക് കടത്തിയത്. ഇനി പറ, നിനക്ക് എത്ര വേണം? ഞാൻ കണക്ക് പറയല്ല, ഒരു 5 ലക്ഷം വേണം. 5 lakhs? 5 ലക്ഷം മുടക്കാൻ പറ്റിയ ചരക്കല്ല അവള്. എനിക്കറിയാം GK, പക്ഷേ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന പെണ്ണല്ലേ അവള്. അത് ചോർന്നാൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് പോയ 50ഓളം പെൺകുട്ടികളെ കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ. ഓക്കെ എഗ്രി. അത് വെടികേട്ട് മനസ്സിലായി. വെടികേട്ട് മനസ്സിലായി. ആനോ കൽപ്പിക്കോ, ആനോ കൽപ്പിക്കോ. ഇതാ മാല. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. ആഘോഷ പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഒട്ടും വൈകില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു.
കരുണനെത്തി. അത് പരിപാടി കറങ്ങിയപ്പോഴേ മനസ്സിലായി. പ്രതികാരത്തിന് ഇനിയും സമയമുണ്ട്. പറ. കരുണന്റെ കുടിലെത്തിക്കുന്ന പെണ്ണ് ഇനിയും ശരിയായിട്ടില്ല. ആ ഗോപാൽജിയുടെ മാല എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാം.